ഹായ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം കേട്ടോ. ഒന്ന് നല്ല അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക, അവരുടെ കല്യാണത്തിന് മാല കൊടുക്കുകയാണ്. വിക്രത്തിനെയും വേദനയും പിടിച്ചു നിർത്തി പൂജാരി മാല രണ്ടുപേരുടെയും കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. അപ്പം മാല കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചാർത്താൻ തുടങ്ങിയപ്പം നിക്ക് എന്ന് പറഞ്ഞു അച്ഛമ്മ. അപ്പൊ വേഗം ഓർത്തു ഇതെന്താന്ന്. അയ്യോ നിക്ക്, ഞാൻ വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണൊന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് വേഗം തന്നെ അച്ഛമ്മ ഫോൺ സെറ്റാക്കി. അതിനുശേഷം ഇനി പരസ്പരം മാല ഇട്ടോളൂ, ഏതാ ആദ്യം എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ പിടിച്ച് എന്താ ഇത് മാല ഇടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ദക്ഷിണ കൊടുക്കുന്നതും എല്ലാം വീഡിയോയിലാക്കാണ് നമ്മുടെ അച്ഛമ്മ കേട്ടോ. എൻ്റെ ഈശ്വര, എനിക്ക് താലികെട്ടല്ല ഇതെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നോർത്ത് അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ തിരുമേനിക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, മുതിർന്നവരുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാൻ എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വ എന്ന് വിളിച്ചപ്പം ഞാൻ അനുഗ്രഹം കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ വിശ്വം വേഗം അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അപ്പൊ അമ്മണിയമ്മ അച്ഛമ്മ ചെറിയൊരു നമ്പര് വീഡിയോ നന്നായി എടുത്തോണം, ഇത് പിടിച്ചോട്ടോ വിശ്വ എന്ന് പറഞ്ഞത് അങ്ങ് കൊടുത്തു. ആദ്യം അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങി, ഇനി അച്ഛൻ്റെ അമ്മയുടെയും വാങ്ങുക. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല, ചടങ്ങ് കഴിഞ്ഞല്ലോ, പിന്നെന്താ ഇനി പോകാം. അച്ഛനെ അമ്മയും വണങ്ങാതെ എങ്ങനെ ചടങ്ങ് കഴിയും? നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കു സുധാകര എന്ന് പറഞ്ഞു. മാഷേ എന്ന് വിളിച്ചു. നിങ്ങൾ നമസ്കരിക്ക എന്ന് പറഞ്ഞപ്പോ ഇവര് രണ്ടുപേരും കുനിഞ്ഞ അനുഗ്രഹം വാങ്ങാൻ ചെന്നപ്പോ മാഷ് വേഗം പുറകോട്ടങ്ങ് പോയി കേട്ടോ. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അച്ഛമ്മയ്ക്ക് ദേഷ്യമൊക്കെ വന്നെങ്കിലും അച്ഛമ്മ ഒന്നും പറഞ്ഞില്ല. പിന്നെ കമലയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. എന്നിട്ട് ഇനിയുണ്ടല്ലോ, വിഷമിക്കൊന്നും വേണ്ട മക്കളെ. ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തടസ്സമോ പ്രയാസമോ എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും നേരെ ഇവിടേക്ക് വന്ന് ഈ മൂർത്തിയെ പ്രാർത്ഥിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച അത് നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല, അത് ഓർമ്മ വച്ചേക്കണം എന്ന് അച്ഛമ്മ പറഞ്ഞ് ഇവരെല്ലാവരും തൊഴുത് ഭയങ്കര സന്തോഷത്തിൽ തന്നെ നേരെ തറവാട്ടിലേക്ക്. ഇനി തറവാട്ടിലേക്ക് നമുക്ക് പുറപ്പെടാം, ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും വണ്ടിയിലൊക്കെ കയറി പുറപ്പെടാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് നമ്മുടെ നന്ദിനി അപ്പം ചില്ലറയുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ വിനായകനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്തിനാ എന്ന് ചോദിച്ചു. ആവശ്യമുണ്ട്, ഇങ്ങെടുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ വിനായകൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. 100-ന്റെയും 10-ന്റെയും 20-ന്റെയും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇതെടുത്തിട്ട് എന്ന് പറഞ്ഞപ്പോ അതെ ചില്ലറ ചോദിക്കുമ്പോൾ നോട്ട് എടുക്കല്ലേ എൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ കിടന്ന 1 രൂപയോ 2 രൂപയാണെന്ന് തോന്നും. അതിങ്ങനെ കയ്യിലെടുത്ത് ആളിങ്ങനെ കൈ പിടിച്ചിങ്ങനെ നിൽക്കാണ്. ഇതെന്തിനാ നന്ദിനി എന്ന് ചോദിച്ചു. ആവശ്യമുണ്ട്. ഈ കോയിൻ കൈ പിടിച്ചിട്ട് എൻ്റെ ഈശ്വര, എൻ്റെ കുടുംബ പരദേവതയെ ഈ ഉടായ്പ കല്യാണം നടത്തി വീട്ടുകാരെയും നാട്ടുകാരെയും ദൈവത്തെ വരെ പറ്റിക്കാൻ നോക്കിയ അവരുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ ജീവിതം നന്നായി കൊടുക്കല്ലേ എൻ്റെ ദേവതയെ. പിന്നെ നന്നായി ജീവിക്കുന്ന എന്നെയും എൻ്റെ ഭർത്താവിനെയും നീ അനുഗ്രഹിക്കണേ എൻ്റെ ഭഗവാനെ. ഈശ്വര ഭഗവാനെ, ഞങ്ങൾക്ക് മാത്രം നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞ് നന്ദിനി ഈ കയ്യിലിരുന്ന് ചില്ലറ പൈസ എടുത്ത് ഇവർക്ക് ചുറ്റും ഒഴിഞ്ഞിട്ട് അത് ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഇടുകയാണ്. അപ്പൊ ഇത് കണ്ട് വിനായകൻ ഒന്നും മനസ്സിലായില്ല. നന്ദിനി, നീ എന്താടി ഇത്രയും വലിയ പ്രാർത്ഥനയ്ക്ക് 1 രൂപ വഴിപാട് മതിയാവോ? ദൈവം വഴിപാടിന്റെ വലിപ്പത്തിലല്ല പ്രാർത്ഥനയിലെ സത്യത്തിലാ ശ്രദ്ധിക്കുക. എന്റെ പ്രാർത്ഥനയിലെ സത്യം ഉണ്ടെന്ന് ദൈവത്തിനറിയാം. അത് പ്രാർത്ഥിക്കുന്നതിൽ സത്യമില്ലാത്തവരാ ലക്ഷക്കണക്കിന് രൂപയും ഉരുപ്പിടിയും ആരെയും മറ്റും വഴിപാടായി കൊടുക്കുന്നത്. എനിക്കത് വേണ്ട, ദൈവത്തിന് മനസ്സിലാവും. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ദേണ്ട മുന്നോട്ടിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തിരിച്ചടക്കാണ്. ഈശ്വര എന്ന് പറഞ്ഞു വിനായകൻ. അപ്പൊ വിനായകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തിരിഞ്ഞ സമയത്ത് നമ്മൾ ചക്ക വീഴുന്ന പോലെ ഒരു ശബ്ദം. അപ്പൊ നോക്കുമ്പം നമ്മുടെ നന്ദിനി എടുത്തടിച്ച പോലെ ഇതേ നിലത്ത് കിടക്കാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ മനസ്സിലായി, ദൈവത്തിന് സത്യം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? ദേ സത്യസന്ധമായ കാര്യമല്ലേ നന്ദിനി ഇപ്പൊ സംഭവിച്ചത്. എന്ത് നോക്കി നിൽക്കാൻ മനുഷ്യ, ഒന്ന് പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ വിനായകൻ അവസാനം പിടിച്ചൊക്കെ എഴുന്നേപ്പിക്കുകയാണ്. മുഖത്തൊക്കെ മണല്, ദേഹത്തൊക്കെ മണല്. അപ്പൊ വിനായകൻ അതൊക്കെ തൂത്തൊക്കെ കൊടുത്തു. ആള് ഭയങ്കര ഇതായിട്ട് വിനായകന് ചിരിയും വരുന്നുണ്ട് സത്യത്തിൽ നന്ദിനി കാണിച്ച ആ ഒരു ഇത് കണ്ടിട്ട്. എന്നിട്ട് വിനായകൻ തൂത്തിട്ട് ഒന്ന് പിടി മനുഷ്യ, നടുവൊക്കെ ഇടിച്ചു. എന്നിട്ട് പയ്യെ വിനായകൻ ഇവളെയും പിടിച്ചുകൊണ്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ഇതേണ്ട ഇവര് തറവാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ വേദ വന്ന് ഇറങ്ങിയിട്ട് വേദ ഇങ്ങനെ ചുറ്റിനും നോക്കാണ് കേട്ടോ. തറവാട് വീടൊക്കെ കണ്ടിട്ട് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് മോളെ? നല്ല ഭംഗിയുള്ള വീടാണല്ലോ അച്ഛമ്മേ.
അച്ഛമ്മ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അല്ലാതെ പിന്നെ, എൻ്റെ 2 മക്കളും എന്നെ ഇട്ടേച്ചു പോയി. ആ പിന്നെ എല്ലാവർക്കും സ്വന്തം കാലിൽ നിന്നാ മതി. ഇങ്ങനെയുള്ള ഒരുത്തിയുള്ളത് ആർക്കും ഓർക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയോട് ഞാൻ അവിടെ വന്ന് നിൽക്കാൻ എത്ര തവണ പറഞ്ഞു. ഈ വീട് പൂട്ടിയിട്ടിട്ടോ? നല്ല കാര്യമായി. നീ വേണേ അത് പൂട്ടിയിട്ടിട്ടോ വിറ്റിട്ടോ ഇങ്ങോട്ടേക്ക് വാ. ഇവിടുത്തെ പറമ്പിലും പാടത്തും കൃഷിയും കാര്യങ്ങളും നോക്കി ജീവിക്കാം. അത് മാത്രമാണോ? അപ്പം നന്ദിനിയോട് നടന്നത് തന്നെ എന്ന് വിനായകൻ ഇങ്ങനെ രഹസ്യം പറയാം. മോക്കറിയോ, പിന്നെ ഈ പറമ്പിലാണ് സുധാകരന്റെ അച്ഛനും അവരുടെ പിതൃക്കളും ഒക്കെ ഉറങ്ങുന്നത്. സന്ധ്യാവുമ്പം ഒരു തിരി വെട്ടം അവരുടെ ഓർമ്മയുടെ മുന്നിൽ തെളിയിക്കാതെ പറ്റുമോ മോളെ? അച്ഛമ്മയ്ക്ക് ഇവിടം വിട്ട് പിന്നെ എങ്ങനെയാ മോളെ വരാൻ പറ്റുക? അതൊരിക്കലും നടക്കില്ല എന്ന് അച്ഛമ്മ പറയാണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള ആളാണ്. അപ്പം വന്ന കാലിൽ നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വാ, ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ. എനിക്കിതൊന്ന് കാണാൻ വയ്യ, 1 മിനിറ്റ് നിൽക്ക, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു. വാസന്തി എന്ന് വിളിച്ചുകൊണ്ട് അച്ഛമ്മ പോവാ. വാസന്തിയോ? അതാരാ? അതോ നോക്കണ്ട, ഇവിടെ ജോലിക്ക് സഹായത്തിന് നിൽക്കുന്ന ഒരു കുട്ടിയാ എന്ന് പറഞ്ഞു. അപ്പൊ വാസന്തി വേണ്ട എന്താ പറയാ, ആരത്തി തട്ടുമായിട്ട് വരുക. അല്ല കമലെ, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഈ വീട്ടിലെ പുതുപ്പെണ്ണ് വേദയാ, അല്ലാതെ നീയും നിന്റെ മക്കളും മരുമക്കളും ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് വിക്രവും വേദയും ആണുങ്ങള് മാത്രം അവിടെ നിന്നാ മതി. ബാക്കി എല്ലാരും ഇങ്ങ് കേറി വാ. അപ്പൊ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കേറി ചെല്ലാണ്. പതുക്കെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വലതുകാലി വെച്ച് എന്നെ ഇവിടേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാ അവര് പോയിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. ഓ പിന്നെ കയറ്റി കുടിയിരുത്താൻ പറ്റിയൊരു സാധനം, എന്തെത്ര മോശം. തന്നെ പോലൊരു ഗുണ്ടയ്ക്ക് എന്നെക്കാൾ നല്ല വേറെ ആരെ കിട്ടാനാ എന്ന് പറ എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടുന്നില്ല. ഒരു കണക്കിന് ഞാൻ കയറി വന്നത് നന്നായി, അല്ലെങ്കിൽ ആ പാവം രാധ എങ്ങാനും അവളുടെ ജീവിതം കോളാക്കിയേനെ. ഇതിപ്പോ ആ കുട്ടി രക്ഷപ്പെട്ടല്ലോ. ഓ, നിന്റെ ഒരു വലിയൊരു ഔദാര്യം. എന്താ നിൻ സംശയം? ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ അതേണ്ട നമ്മുടെ കമല നിലവിളക്കും അച്ഛൻ ആരത്തി തട്ടും ഒക്കെ ആയിട്ട് കയറി വരികയാണ്. വാ മോളെ എന്ന് പറഞ്ഞു. 1 മിനിറ്റ് നിക്ക് നന്ദിനി എന്ന് വിളിച്ചു അച്ഛമ്മ. എന്താ അച്ഛമ്മേ? നീ ദേ ആ കിണ്ടി എടുക്ക്. വേദമോളുടെ കാല് കഴുകി അകത്തേക്ക് കൊണ്ടുവാ. ഞാനോ? ഇവളുടെ കാല് കഴുകാനോ? അതെ, ചടങ്ങ് പിന്നെ ചെയ്യാതെ പറ്റുമോ? ഇതെന്ത് ചടങ്ങാ? ചെറുക്കൻ പെണ്ണ് വീട്ടിൽ ചെല്ലുമ്പോ പെണ്ണിന്റെ ആങ്ങളല്ലേ കാല് കഴുകണ്ടേ? അത് അവിടെ ചെല്ലുമ്പോ. ഇത് ഈ വീട്ടിൽ വെച്ച് ചെല്ലുമ്പോ അത് വേറെയാ. നാത്തൂൻ വേണം പുതിയ നാത്തൂനെ അകത്തേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് എന്റെ കാര്യത്തിൽ ഇതുണ്ടല്ലോ. അതിന് നീ ഈ വീട്ടിൽ കയറി വന്നത് എപ്പോഴാ? സംസാരിച്ച് നിൽക്കാതെ വേഗം പോയി കാല് കഴുകുന്നതിനി. വേദേ, ആ കാലൊന്ന് കാണിച്ചു കൊടുക്കുമോളെ. ദാ വേഗം ആവട്ടെ നന്ദിനി അടുത്തി എന്ന് പറഞ്ഞ് ചെരുപ്പൊക്കെ ഊരിയിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് വേദ. ഇത് കണ്ടപ്പോഴത്തേന് നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, എന്താണെങ്കിലും ദൈവം നന്ദിനിയുടെ കൂടെ തന്നെയുണ്ട് എന്ന് വിനായകൻ അവിടെ നിന്ന് ഇങ്ങനെ പിറുപിറുത്തോണ്ട് പറയാണ് കേട്ടോ. നന്ദിനി നേരെ ചെന്നു, കിണ്ടിയെടുത്തു. അവസാനം വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ, കാല് കഴുകുകയാണ് കേട്ടോ. നന്ദിനി എടുത്തി. താങ്ക് യു നന്ദിനി എടുത്തി. ബാഗ് എടുത്ത് നന്ദിനി കൊടുത്തു. ദാ പിടിച്ചോ എന്ന് പറഞ്ഞു. ഓ, എന്നിട്ട് നിലവിളക്ക് ആരതി ഒഴിഞ്ഞ് നമ്മുടെ അച്ഛമ്മ ഒരു കുറിയൊക്കെ തൊടിയിച്ച് കമലെ നിലവിളക്ക് കൊടുക്ക എന്ന് പറഞ്ഞു. കമല നിലവിളക്കം കൊടുത്ത് വലത് കാല് വെച്ച് അകത്തേക്ക് കയറുകയാണ് വേദ. അപ്പൊ ഇവരെല്ലാവരുടെ നിങ്ങളെ അവളുടെ കാല് കഴുകാൻ പറഞ്ഞപ്പോ ഒരു വാക്ക് എതിർത്ത് പറയാതെ മിണ്ടാതെ നിന്നല്ലേ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? പിന്നെ വഴിപാടിൽ എന്താ പറയാ പിച്ചത്തരം കാണിക്കുമ്പോ നീ ഓർക്കണായിരുന്നു. വലിയ വർത്താനം പറയാതെ കേറി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ നന്ദിനിയെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ അവസാനം നിലവിളക്കൊക്കെ അകത്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് ദേ 2 പേരെയും പിടിച്ച് ദേണ്ട ഇവിടെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പം അതെ വാസന്തി, നമ്മൾ ആ മധുരം കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം നോക്കി എന്നിട്ട് നേരെ മധുരം കൊടുക്കാനുള്ളതൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ സുധാകരൻ മാഷ് വലിയ ബലം പിടിച്ചിങ്ങനെ എന്താ മാഷായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ മാല കയ്യിൽ പിടിക്കാനുള്ളതല്ല, അത് കഴുത്തിൽ തന്നെ ഇട് രണ്ടാളും എന്ന് പറഞ്ഞു. അവസാനം രണ്ടാളും കഴുത്തിലൊക്കെ ഇട്ടു. അപ്പൊ വാസന്തി കൊണ്ടുവന്നു. ആദ്യം നമ്മുടെ അച്ഛമ്മ 2 പേർക്കും മധുരം കൊടുത്തു. സുധാകര, അടുത്ത നിന്റെ ഊഴവാ. നിന്റെ മകനും മരുമകൾക്കും പിന്നെ മധുരം കൊടുക്കാനായിട്ട് ഇനിയിപ്പം അപ്പുറത്ത് ചെന്ന് വേലായുധൻ നായരെയോ ഭാസ്കരൻ നായരെയോ മറ്റോ വിളിക്കണോ സുധാകര എന്ന് ചോദിച്ചു. അടിപൊളി. സുധാകരൻ മിണ്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ.
സമയം തെറ്റാതെ ചടങ്ങ് നടത്തണ്ട സുധാകര എന്ന് പറഞ്ഞു. അപ്പൊ കമല ഇങ്ങനെ മിണ്ടാതെ നിന്നു. സുധാകരൻ മാഷിന് വേറെ നിവർത്തിയില്ല. മാഷ് വന്നത് വാങ്ങി വേദയ്ക്കും വിക്രത്തിനും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മോഹമൊക്കെ തിരിച്ചു പിടിച്ച് അവർക്ക് കൊടുക്കാട്ടോ. പിന്നെ കമലയും അങ്ങനെ ഓരോരുത്തരും മാറി മാറി വന്ന് കൊടുത്തു. നന്ദിനിയടുത്ത് വന്നപ്പോ ഇത്തിരി പഴമൊക്കെ കൂടുതലെടുത്ത് വേദയുടെ വണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റുവാണ്. ദേഷ്യം ഇത്തിരി കൂടുതലുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് മാഷിനെയാണ്. മാഷ് സങ്കടപ്പെട്ടതാണോ എന്താണോ, മാഷ് പുറത്തു പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കമല അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മാഷേ എന്താ ദേഷ്യം വന്നോ എന്ന് ചോദിച്ചു. അപ്പൊ മാഷ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിന്നു. സത്യം പറയട്ടെ മാഷേ, മാഷിന് ഇതൊന്നും ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതല്ല എന്ന് എനിക്കറിയാം. അമ്മയുടെ ധിക്കരിക്കാനുള്ള മടി കൊണ്ടാണെന്നും എനിക്ക് നന്നായി അറിയാം. പക്ഷെ മാഷേ, എന്നാലും ഒരു കാര്യം ഉണ്ടെന്റെ മാഷേ, നമ്മുടെ മോന് ഇങ്ങനെ ഒരു യോഗം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ അനുസരിക്കാനായിട്ടാണെങ്കിലും മാഷ് അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെയെങ്കിലും അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നാ ഞാൻ കരുതുന്നത് മാഷേ എന്ന് പറഞ്ഞു. അപ്പം നോക്കി നിന്നിട്ട് കമല, ഞാൻ പറയട്ടെ, സത്യത്തില് മറ്റൊന്നും കൊണ്ടല്ല കമല, ഇങ്ങനൊരു സന്ദർഭം ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്നാണോ നീ വിചാരിച്ചത്? എങ്കിൽ അങ്ങനെയൊന്നും അല്ല കമല എന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെയല്ല. അപ്പം മക്കളെ കുറിച്ച് ഒരുപാട് മോഹങ്ങളുണ്ട്, മോഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ ശരിക്കും പറഞ്ഞ കാമരത്തിന് വേണ്ടി തടം കോരിയിട്ടും വളം ഇട്ടിട്ടും ഒന്നും കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ അമ്മ ഒരുക്കിയതൊന്നും ജീവിതത്തിനോ അല്ലെങ്കിൽ ശരിക്കും സംഭവിക്കുന്നതാണ് എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് കമല എന്ന് പറഞ്ഞു. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മള് വെറും നിന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമായി കണ്ടാ മതി. അത്രയും കഠിന മനസ്സ് വേണോ മാഷേ എന്ന് ചോദിച്ചു. വേണം കമല. ഇനിയും എന്താ പറയാ, ആധാരമില്ലാതെ ആനന്ദിച്ച അവസാനം ദുഃഖിക്കേണ്ടി വരും. അവനെ പ്രതി ഇനിയും നീ ജീവിതത്തിൽ കരയുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അച്ചമ്മ അവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മണി അച്ചമ്മ, സുധാകര നിനക്ക് എന്താടാ പറ്റിയത്? നിന്റെ സ്വന്തം ചോരയല്ലേ, അവനെ ഇത്രയുമുള്ള വാശിയും വൈരാഗ്യവും ഇനിയെങ്കിലും നിനക്കൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. വൈരാഗ്യോ? എനിക്കോ അമ്മേ? ഏതെങ്കിലും അച്ഛന് മക്കളോട് വൈരാഗ്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ചിലപ്പോ ദേഷ്യവും സങ്കടങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടി അച്ഛൻ വാശിയും പിന്നെ മിണ്ടാതെ മുഖം കറുപ്പിച്ചും ഒക്കെ മാറിയിരിക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ അത് മക്കൾക്ക് ഒരിക്കലും മനസ്സിലാവില്ലമ്മേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛനോടുള്ള വാശിയും ദേഷ്യവും കാണിക്കാൻ അവരെന്നും ആ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. സമ്മതിച്ചോ? നിന്റെ ഉള്ളിലുള്ള അച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീയും ഒരച്ഛന്റെ മകനായിരുന്നു എന്ന് ഓർക്കണം സുധാകര. നീ ആ അച്ഛൻ മരിക്കുന്നത് വരെ നീ കാണിച്ചത് ഇതേ വാശി ആയിരുന്നില്ലേ സുധാകര എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാൻ സുധാകരന് വാക്കുകളില്ല. നീ നിന്റെ ഭാര്യയോടും മക്കളെ കുറിച്ചുള്ള സങ്കടം പറയുന്നത് പോലെ നിന്റെ അച്ഛനും ഒരുപാട് സങ്കടങ്ങൾ എന്നോടും പറയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹത്തിനും അതിനുശേഷം മക്കൾ ജനിച്ചപ്പോഴോ എന്തെങ്കിലും കാര്യത്തിലെ കുറവ് വരുത്താൻ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പറ അമ്മേ, ഇതുപോലൊന്നും അല്ല. പിന്നെ എങ്ങനെയാണെന്നാ നിനക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ മാഷി മിണ്ടാതെ നിൽക്കുക. സുധാകര, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ടോ? പറ എന്ന് പറഞ്ഞു. അമ്മ കരുതുന്നത് പോലെ വേദയും വിക്രവും കൂടി അവരെ പ്രണയിച്ചൊന്ന് വിവാഹം കഴിച്ചതൊന്നും അല്ലമ്മേ എന്ന് പറഞ്ഞു. ആ വിവാഹം നടന്നത് എങ്ങനെയാന്ന് അമ്മയ്ക്കറിയോ? അറിയാം എന്ന് പറഞ്ഞു. അന്ന് ഞാനും അത് യൂട്യൂബില് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. ഫോണിൽ അവൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്ന വീഡിയോ ഞാനും കണ്ടതാ എന്ന് പറഞ്ഞു. അതിൽ പറയുന്നത് പോലെ വിക്രവും വേദയും കൂടി നടത്തുന്ന ഒരു നാടകമല്ല അതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാകുകയും ചെയ്യും. അതിലൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു. അത് ആ സമയത്ത് തന്നെ കമലയുമായി ഞാൻ സംസാരിച്ചതുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ കമല മിണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ. അമ്മേ, പിന്നെ എന്തിനാ അമ്മ അവരുടെ വിവാഹത്തിന് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്? ഇത്രയും നാളുകളായിട്ടും ആ കുട്ടിക്ക് നിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി പോവാൻ തോന്നത്തിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവൾ വിക്രത്തിനെ അത്രയധികം മനസ്സുകൊണ്ട് ഭർത്താവുമായി സ്വീകരിച്ചു എന്നതുകൊണ്ട് തന്നെയാ എന്ന് പറഞ്ഞു. അപ്പം മിണ്ടാതെ നിൽക്കുകയാണ്. എടാ സുധാകര,
വിവാഹം അംഗീകരിക്കപ്പെടേണ്ടത് ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിലാ, അല്ലാതെ അച്ഛനമ്മമാരുടെ ആശീർവാദത്താലൊന്നും അല്ല. അത് നീ എന്താ മനസ്സിലാക്കാത്തത്? അപ്പം മിണ്ടാതെ നിന്നു. കഴുത്തിൽ താലി കെട്ടിയ അവനോടൊപ്പമേ ജീവിക്കൂ എന്ന് ആ കുട്ടി തീരുമാനം എടുത്തിട്ടല്ലേ ആ വീട്ടിലേക്ക് വന്ന് കയറിയത്? അവളെ ആരെങ്കിലും നിർബന്ധിച്ചോ? ഒരിക്കലും ഇല്ലല്ലോ. പക്ഷെ ആ കുട്ടിക്ക് അവള് കാണിക്കുന്നത് ഒരു മണ്ടത്തരമാണെന്നേ നാട്ടുകാര് പറയൂ എന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി പഠിച്ചവളായ അവക്കില്ലെന്നാണോ സുധാകര നീ കരുതി വെച്ചിരിക്കുന്നത്? എങ്കിൽ നിനക്കാ തെറ്റിയത്. എന്നിട്ടും അവൾക്ക് അങ്ങനെയാ തോന്നിയതെങ്കിൽ അത് ഭഗവാൻ തോന്നിപ്പിച്ചത് തന്നെയല്ലേ സുധാകര? അപ്പൊ കുറെ പഠിച്ചത് കൊണ്ടൊന്നും ബിരുദം നേടിയത് കൊണ്ടും ലോക വിവരം ഉണ്ടാവില്ലമ്മേ. അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? അവളുടെയും അവളുടെ മുത്തശ്ശിയുടെയും രീതിക്കാ അമ്മയെ സംസാരിക്കുന്നത്. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്നാൽ എനിക്ക് തോന്നുന്നതേ, വിക്രത്തിന്റെ ജീവിതത്തില് ഈ കുട്ടി കാരണമാണ് ഒരു തെളിച്ചമുണ്ടാവാൻ പോകുന്നത് എന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊന്നും നീ തടസ്സം പറയാനോ മാറി നിൽക്കാനോ നീ ശ്രമിക്കണ്ട. കേട്ടല്ലോ? കമല, നീ ഇങ്ങോട്ട് വാ കമലെ എന്ന് പറഞ്ഞു. അപ്പൊ മാഷിങ്ങനെ നിൽക്കുകയാണ്. നിന്നോടല്ലേ വരാൻ പറഞ്ഞത്? അപ്പൊ മാഷിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം നമ്മുടെ ആദ്യ രാത്രിയും പിന്നെയുള്ള നല്ല രസകരമായ നിമിഷങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പൊ നാളെ രാവിലെ തന്നെ ഞാൻ വിശേഷമായിട്ട് എത്തുന്നതായിരിക്കും. ബൈ ആൻഡ് സീ യു അഗെയിൻ. അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അപ്പം ബൈ.